ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. മഞ്ചേരിയിൽ വെച്ചാണ് അപകടം ഉണ്ടായത്. 2 ബൈക്കുകളും മന്ത്രിയുടെ വാഹനവും കൂട്ടിയിടിച്ചു. മന്ത്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്കിലുണ്ടായിരുന്നവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് കാലത്ത് അല്പസമയത്തിന് മുമ്പാണ് ഈ അപകടം ഉണ്ടായത്. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ. മന്ത്രി വീണ ജോർജിന്റെ വാഹനമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. 2 ബൈക്കുകൾ മന്ത്രിയുടെ വാഹനം കൂട്ടിയിടിക്കുമെന്ന് പറയുന്നവർ കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. മന്ത്രി ആശുപത്രിയിൽ പ്രവേശിക്കുന്നവരുടെ ഏത് രീതിയിലുള്ള പരിക്കാണ് എന്ന കാര്യമൊന്നും അറിയില്ല. അതോ പ്രാഥമിക ചികിത്സ എന്ന നിലയ്ക്ക് മാത്രമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ ബൈക്കിലുണ്ടായിരുന്ന 2 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്പസമയത്തിനും ഷഹദർ റഹ്മാൻ ഇതിന്റെ വിവരങ്ങൾ തരും. എസ് കെ, എത്രയും പെട്ടെന്ന് നമ്മുടെ റിപ്പോർട്ടർ ഇതിന്റെ വിശദാംശങ്ങൾ അന്വേഷിച്ച് പ്രേക്ഷകരെ അറിയിക്കണം. മന്ത്രി വീണ ജോർജിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു. മന്ത്രി വീണ ജോർജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്ത മഞ്ചേരിയിൽ നിന്ന് വരുന്നു. ഇന്ന് കാലത്ത് 2 ബൈക്കുകളുമായി കൂട്ടിയിടിച്ചു. ഈ ബൈക്കിൽ സഞ്ചരിച്ച ആളുകൾക്കും പരിക്കുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മഞ്ചേരിയിലെ ഹോസ്പിറ്റലിലാണ് മന്ത്രിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ബൈക്കിലുണ്ടായിരുന്ന ആളുകളെയും ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ തിരൂർ റിപ്പോർട്ടർ അല്ലെങ്കിൽ നമ്മുടെ മലപ്പുറം റിപ്പോർട്ടർ എത്രയും പെട്ടെന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അന്വേഷിച്ച് നമ്മുടെ ഡെസ്കുമായി ബന്ധപ്പെടുക. ഇനി മറ്റൊരു വാർത്ത പറയാനുള്ളത്, സംസ്ഥാനത്ത് നിന്നും അതിശക്തമായ മഴ തുടരുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ഷഹദ് റഹ്മാൻ നമുക്കൊപ്പം ചേരുന്നു. ഷഹദ്, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ്? മന്ത്രി വീണ ജോർജിന്റെ പരിക്ക് സാരമല്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? എസ് കെ, അല്പസമയം മുൻപാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് സഞ്ചരിച്ച വാഹനം മഞ്ചേരിയിൽ വെച്ച് അപകടത്തിൽ പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളെ ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളായിരുന്നു. പിന്നീട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഇത് സ്ഥിരീകരിക്കുകയായിരുന്നു. ആരോഗ്യമന്ത്രിയുടെ കൈക്കാണ് നിലവിൽ പരിക്ക് പറ്റിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ 2 ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ആരോഗ്യമന്ത്രിയുടെ വാഹനം കൂട്ടിയിടിക്കുകയായിരുന്നു. അപ്പോൾ ഈ ബൈക്കിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് കാര്യമായിട്ട് പരിക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലൊരു സ്ത്രീയുണ്ട്. സ്ത്രീയുടെ തലക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. രക്തം ഒലിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ആശുപത്രിയിലേക്ക് മാറ്റിയ ആളുകൾ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പോലീസ് ഈ സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ പോയിട്ടേയുള്ളൂ. ആരോഗ്യമന്ത്രിയുടെ വാഹനം ഒരു ഗ്രൗണ്ടിലേക്ക് ഇടിച്ചു ചെന്ന് നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് അവിടുന്ന് ഒരു സ്വകാര്യ വാഹനത്തിൽ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നുള്ളത്. മന്ത്രിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഏത് ആശുപത്രിയിലാണ് നമുക്ക് ലഭിക്കുന്ന വിവരം? നമ്മുടെ തിരൂർ അല്ലെങ്കിൽ മലപ്പുറം റിപ്പോർട്ടർ എത്രയും പെട്ടെന്ന് ഈ ആശുപത്രിയിൽ എത്താൻ ആവശ്യപ്പെടുക. താങ്കൾ വിശദാംശങ്ങൾ അന്വേഷിക്കാൻ കഴിഞ്ഞോ? എസ് കെ, നിലവിൽ നമുക്ക് ലഭ്യമാക്കുന്ന വിവരം അനുസരിച്ച് ആരോഗ്യമന്ത്രിയുടെ കൈക്ക് മാത്രമേ പരിക്കുള്ളൂ എന്നുള്ളതാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കാണ് ആദ്യഘട്ടത്തിൽ ഇവരെ കൊണ്ടുപോയത് എന്നുള്ളതാണ് അറിയുന്നത്. മന്ത്രി വയനാട്ടിലേക്ക് വരുന്ന വഴിയിലാണ് ഇത്തരത്തിൽ ഈ വാഹനം അപകടത്തിൽപ്പെട്ടത് എന്നൊരു കാര്യമാണ് നിലവിൽ നമുക്ക് പ്രാഥമികമായിട്ട് ലഭ്യമാക്കുന്ന വിവരം. ഓക്കെ, താങ്ക് യു. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.